നാരി നാരി അൽബി ഗരാലു ഞങ്ങൾ ആക്ച്വലി അങ്ങനെ ഒരു ഫുട്ബോളിനോടുള്ളൊരു സ്നേഹം കൊണ്ട് തുടങ്ങിയ ഒരു ബന്ധമാണ്. പക്ഷെ അതിൽ ആക്ച്വലി കുറേ മ്യൂസീഷ്യൻസ് ആണ്. ഫുട്ബോളാണ് ഞങ്ങളൊക്കെ ഭയങ്കര കണക്ട് ചെയ്ത് ഞങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജ്യൂസ് കുടിക്കാനൊക്കെ ഇരുന്ന് കഥ പറഞ്ഞ് ആക്ച്വലി ഞങ്ങൾ മ്യൂസിക്കിനെ കുറിച്ച് വളരെ കുറച്ച് പറയുള്ളൂ. വാനേ വാനേ കാലൈ വാനേ ഉന്നൈ പാർത്തേ കയ്യൈ നീട്ടും ആ സിനിമയിലായിപ്പോയി. ആ രംഗം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ബ്രേക്കും. അതിൻ്റെ കൂടെ എൻ്റെ പാട്ട് വരുന്നത്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് കരയുന്നതിനേക്കാളപ്പുറത്ത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഇരുന്നു അവിടെ. ഹായ്, RJ അതുലയാണ്. ക്ലബ് FM എന്ന് ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീൻസിൽ ഞാൻ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ബക്കറ്റ് വിഷ് ലിസ്റ്റിലുള്ള പേരാണ് ഇന്ന് ടിക്ക് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ ഫൈസൽ റാസിയാണ് ഇന്ന് ക്ലബ് FM ജോയിൻ ചെയ്യണത് പാട്ടും പറച്ചിലുമായിട്ട്. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ഓക്കെ, ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീൻസിൽ, അതായത് നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഒരു ഇൻട്രോ പറയുമ്പം ഒരു പാട്ടുകാരൻ എന്നും പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സംഗീതം ഉള്ളിലുള്ള ഒരു സ്വതന്ത്ര മ്യൂസീഷ്യൻ വിത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ ആൻഡ് പാട്ട് നമുക്ക് വേണമെങ്കിൽ പൂമരം എന്നുള്ള അതിന് തന്നെ ബെഞ്ച് മാർക്കായിട്ട് വെക്കാം. പൂമരത്തു നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തന്നെ വന്ന് ഒരു മരമായിട്ട്, മ്യൂസിക് മരമായിട്ട് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ്. പൂമരത്തിലെ പാട്ടിൻ്റെ ആ ഒരു ഞാനും എൻ്റെ ആളുടെ സിംപ്ലിസിറ്റി കൊണ്ടായിരിക്കാം അതിനകത്ത് അധികം ആൾക്കാർ ഫോക്കസ് പോവാത്തൊരു പാട്ടുണ്ട്, ഗംഭീരമായൊരു പാട്ട്. ശ്രേയാഘോഷാലും അങ്ങനെ ആദ്യത്തെ ഡ്യൂറ്റ് പാട്ട് ആവുമ്പോൾ തന്നെ ശ്രേയാഘോഷാലും കാർത്തിക്കും ഒക്കെ പാടുന്നു എന്നൊരു ഗംഭീരമായിട്ടുള്ളൊരു സംഭവം അതിനകത്തുണ്ട്. സോ അവിടെ പഞ്ച് ചെയ്യുന്നുണ്ട് ഒരു മ്യൂസിക് ഡയറക്ടറാണ് എന്നുള്ളത് തന്നെ. എങ്ങനെയായിരുന്നു ആ ഒരു ഈ രണ്ടാൾക്കാരെ കൊണ്ടുവന്ന പാട്ട് പാടിപ്പിക്കാനുണ്ടായിട്ടുള്ള ആ സിറ്റുവേഷൻ ആൻഡ് ആ പാട്ടൊരു ബിറ്റ് പാടാതെ രവിത? അത് നേരമായി എന്നുള്ള പാട്ടാണ്. അതിൽ ഞാൻ ആക്ച്വലി അതില് കമ്പോസർ എന്നുള്ള രീതിയിൽ കുറെ പണിയെടുത്ത പാട്ടാണ്. പക്ഷേ കുറച്ച് അണ്ടർറേറ്റഡ് ആണ്. ആ പാട്ടിന് ഭംഗിയുള്ള പാട്ടാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതും പാടിയിട്ടുള്ളതും ഗംഭീരമായിട്ടുള്ള ആൾക്കാരാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. ശ്രേയ ഘോഷലിനെ കൊണ്ട് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് പാടിപ്പിക്കുന്ന ഒരു ഫീമെയിൽ ശ്രേയ ഘോഷലാണ്. ഞാൻ ആദ്യമായിട്ട് പാടിപ്പിക്കുന്ന മെയിൽ കാർത്തിക്കാണ്. ഇത് നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു? അതൊരു ഭാഗ്യമാണ്. അത് ആക്ച്വലി അതിന്റെ ഡയറക്ടർക്കാണ് എൻ്റെ നന്ദി. അബ്രക്ഷൻ അദ്ദേഹം ആണ് അതിനൊരു സപ്പോർട്ടൊക്കെ തന്നെ. നേരമായി നിലാവിലീ ജാലകം തുറന്നീടാം തൂവലായി വിലോലമീ വീതിയിൽ അലിഞ്ഞീടാം ഒരായിരം ചെരാതുമായി നോവിലും കെടാതെ നാം കാത്തൊരീ നാളിതാരാമുകിലുകളെ വഴിനിഴലായി മറയരുതേ കാറ്റൊഴുകി വരും കടലലയാ പുണരുക നേരമായി നിലാവിലീ ജാലകം തുറന്നീടാം. ഈ രാത്രി കാലങ്ങളിലാണോ മ്യൂസിക് കോമ്പോസ് ചെയ്യാൻ? ലൈക്ക് AR റഹ്മാൻ്റെ സ്റ്റുഡിയോ ടൈമിംഗ് രാത്രിയാണെന്ന് വെറുതെ വെക്കലുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഒരു ക്രോണോളജി പ്രകാരമുള്ള വർക്കിംഗ് ടൈം എപ്പോഴാണ്? എനിക്കങ്ങനെ ഇല്ല. എനിക്കങ്ങനെ ഒരു രാത്രികാലം അങ്ങനെ ഒന്നുമില്ല. ഞാൻ ആക്ച്വലി കുറച്ച് മോർണിംഗ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ, രാത്രി നന്നായിട്ട് ഉറങ്ങി രാവിലെ എണീച്ച് അങ്ങനെയാണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് സീൻസ് അത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അതിനകത്ത് 100% ഫ്രീഡം ഉണ്ട് ഒന്ന്. പിന്നെ നമ്മളെ ടൈമിനനുസരിച്ചിട്ട് ലിമിറ്റ്ലെസ് ആയിട്ടൊക്കെ ചെയ്യാന്നൊക്കെ നിങ്ങളൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണോ ലൈഫിലും ഈ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യന്റെ അതേപോലെ തന്നെ ഫ്രീഡം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണോ പോകുന്നത്? ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു ഫൈസൽ റാസി എന്ന് പറയുമ്പം യൂത്തിന് ഏറ്റവും ഫസ്റ്റ് മ്യൂസിക് മോജോയിലേക്ക് കൊണ്ടിരുന്നു നമ്മൾ. അതിനകത്തുള്ള രതിസുഖസാരമായാണെങ്കിലും വലയോസി ആണെങ്കിലും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ആ സമയത്ത് തന്നെ നിങ്ങൾ ആ ബാൻഡ് പെർഫോം ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ചില പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ അങ്ങനെ പരിചയമില്ലാത്ത ഇൻസ്ട്രുമെന്റ്സും കണ്ടിട്ടുണ്ട്. ഈ ഒരു അതെങ്ങനെ ഞങ്ങൾ ആ സമയത്ത് തന്നെ അങ്ങനെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നേ? ഇപ്പം നമ്മളൊരു കുറച്ചൊന്ന് ആദ്യമേ ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സും മ്യൂസിഷ്യൻസും അങ്ങനത്തെ എക്സ്ട്രാ എലമെന്റ്സ് ഒക്കെ അറിയാം. എന്ത് ഗംഭീരമായിട്ടാണ് ആ രതിസുഖത്തിൻ്റെ ഒക്കെ കവറുകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ള അത് എങ്ങനെയാണ് കുറെ പ്ലാൻ ചെയ്ത്? പ്ലാനിങ് കുറച്ചുണ്ട്. അത്
കവറ് ഞാൻ ഇപ്പൊ ആക്ച്വലി വളരെ കുറവാ ചെയ്യുന്നത്. അതെ, ഓൺ കോമ്പോസിഷൻസ് ആണല്ലോ കൂടുതൽ. പക്ഷെ ഞാൻ കവർ ചെയ്യുകയാണെങ്കിലും ഞാൻ എഫേർട്ട് സെയിം ഇടും. പിന്നെ ആ ടൈമിൽ നമ്മൾ ഈ കോക്ക് സ്റ്റുഡിയോ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ ആ ടൈമിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഫുള്ള് കോക്ക് സ്റ്റുഡിയോസാണ്. ഇപ്പൊ കോക്ക് സ്റ്റുഡിയോ കുറെ മാറി. ഇപ്പത്തെ കോക്ക് സ്റ്റുഡിയോ മാറി കുറച്ച് ഇലക്ട്രോണിക് മ്യൂസിക് ഒക്കെ. പണ്ട് കോക്ക് സ്റ്റുഡിയോ ഭയങ്കര ഡൈനാമിക്കലായിരുന്നു. അപ്പൊ പണ്ടത്തെ കോക്ക് സ്റ്റുഡിയോസ് ഒക്കെ ഭയങ്കര രസമൊക്കെ കേൾക്കാൻ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കേട്ട് പഠിക്കണത്. അതിങ്ങനെ കേട്ട് അതേ പുതിയ പുതിയ ഓരോ സീസൺസ് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും കേൾക്കും. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് എനിക്ക്. അപ്പോൾ എനിക്കും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മോജോ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോൾ മോജോ ഭയങ്കര സക്സസ്സാണ്. എല്ലാ കൊല്ലം ഏതെങ്കിലും 1-2 ബാൻഡുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അത് ബെസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം അത് ആക്ച്വലി ആ ടൈമിലൊക്കെ ഇന്ത്യ ഫുള്ള് നോക്കിക്കാണുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു മ്യൂസിക് മോജോ. ഭയങ്കര ഒരുപാട് ബാൻഡുകൾ പുറമേ നിന്നൊക്കെ വന്ന് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെയാണത്. അതെ, അതല്ല ഈ ഒരു മ്യൂസിക് മോജോയിൽ നമ്മൾ ചെയ്യുന്ന സമയത്തോലും ഈ അതിനകത്തും ഫൈസൽ റാസിന്റെ ഇപ്പം കവറാണ് ചെയ്യുന്നത് എങ്കിൽ പോലും ഒരാൾ ചെയ്തു വെച്ച മ്യൂസിക്കിനെ റീഅറേഞ്ച് ചെയ്യുന്നുള്ള, എന്നാലും അതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നതൊക്കെ അതിനകത്ത് നിങ്ങളെ ബുദ്ധിയാണ്, കമ്പോസിംഗ് ബുദ്ധിയാണ്. സിഗ്നേച്ചറാണ് എൻ്റെ. അത് ആക്ച്വലി എനിക്കൊരു മിഡിൽ ഈസ്റ്റ് സൗണ്ടിങ്ങിനോടൊരു ഇഷ്ടമുണ്ട്. അപ്പം അതൊരു മനഃപൂർവ്വമുള്ള ഒരു സംഭവം കൂടിയാണ്. അന്ന് മുതലേ ഇന്ന് ഞാൻ നിൽക്കുന്നപ്പോൾ മെഹർ എന്നോട്ട് അതിൽ വരെ എനിക്ക് ആ ഒരു സിഗ്നേച്ചർ ഇടണം. കുറേ ചെയ്യുമ്പോഴാണ് നമ്മൾ ആൾക്കാർ അത് അറിഞ്ഞു വരിക. അപ്പോൾ പിന്നെ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ പാട്ട് പോലെ ഉണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിലൊക്കെ അതിൻ്റെ കാര്യമുണ്ട്. പെർക്കഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ്, ഈ ഊത്, അതുപോലെ തന്നെ സാസ്, ബാൻജോ. ആക്ച്വലി ആ ഊതൊന്നും അധികം അന്ന് അത്രയും ആൾക്കാർക്ക് അറിയില്ല. അത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് വായിച്ചത്. അന്ന് അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല ആ ഇൻസ്ട്രുമെന്റ്, അധികം ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. എല്ലാവരും ചോദിക്കും അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആണ്. പക്ഷെ അതിന് സൗണ്ടിങ് ഒക്കെ ഭയങ്കര. റീസെന്റ്ലി അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് പരീക്ഷണം നടത്തുന്നത് ഹിഷാം അബ്ദുൽ വഹാബ് ആയിരിക്കും. അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹം ആക്ച്വലി സമി യൂസഫ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ദുബായിൽ. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഫ്ലേവറൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ് അവരൊക്കെ ആയിട്ട്. ഈ മലർക്കാവിൽ കമീസിനുള്ളിലാണീ ഞാൻ, ഈ മുഅന്നസിനായി ആലം വീട്ടിലായി ജാൻ, കൂട്ടിലായി മാൻ കാട്ടിലായി ഇൻസാൻ, ആ സുവർഗത്തിൻ മരത്തിൻ മുൻപിലായി ഞാൻ, ആ കനിക്കുൾ മോഹമല്ലേ തെറ്റിലായി ജാൻ, ആശ മാത്രം മേലെയായി കാൻ, മഹറവിടെ മഹമൂദ് പറഞ്ഞൊരു മഹറവിടെ, കരയവിടെ എൻ കണ്ണീർ കടലിൻ കരയവിടെ, അഴകവിടെ നിന്തില്ലിനുള്ളിലെ അഴകവിടെ, നദിയവിടെ ആ സ്നേഹജലത്തിൻ നദിയവിടെ. തേടലാണോ ഈ മ്യൂസിക് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലുണ്ടായിരുന്നു? തേടൽ എന്നുള്ളതിന്റെ ബേസ് ആയിട്ടാണോ ഇതോ? തേടൽ അങ്ങനെയൊക്കെ പറയാം. വാനേ പടത്തിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഏരിയയിലേക്ക് അവിടെ നമ്മൾ കേൾക്കുന്നത് ഫൈസൽ റാസിന്റെ വോയിസ് ആണ്. ജി.വി. പ്രകാശിന്റെ കൂടെയുള്ള വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ബിക്കോസ് അവിടെ നമ്മൾ മ്യൂസിക് കോമ്പോസർ അല്ലല്ലോ, സിംഗർ ആണല്ലോ. ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ടായിരുന്നു ആ വർക്ക്? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി സാറിനൊപ്പം 3 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ജി പ്രകാശ് ഇതിനു മുമ്പ് ഒരു തെലുങ്ക് ഫിലിം പാടിയിട്ടുണ്ട്. പിന്നെ തങ്കലാൻ സിനിമയിൽ ഒരു അതിന്റെ ഹിന്ദി പാടിയിട്ടുണ്ട്. ഇതിൻ്റെയും ഹിന്ദിയെ പാടായിരുന്നു. ഇപ്പം ഞാൻ പാടി, ഹിന്ദി റിലീസായിട്ടുണ്ട്. ഹിന്ദി ഞാൻ പാടായിരുന്നത്. അപ്പോൾ തമിഴ് ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ വന്നത് ഇതിൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസറുണ്ട്, ജി പ്രകാശിൻ്റെ പ്രോഗ്രാമർ മ്യൂസിക് പ്രൊഡ്യൂസറായിട്ടുള്ള അശ്വിൻ സത്യ, മലയാളി എൻ്റെ ഫ്രണ്ടാണ്. ബ്രിഡ്ജ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ബ്രിഡ്ജ്. അപ്പോൾ അദ്ദേഹം വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. അശ്വിൻ്റെ ഭാര്യത്തെ ബ്രിഡ്ജുകൾ പണ്ട് ഉണ്ടായിരുന്ന 1-2 കുറവായിരുന്നു. എന്നാലും ഈ ബന്ധങ്ങൾ നമ്മൾ ഭയങ്കര യൂസ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷെ അങ്ങനത്തെ ബ്രിഡ്ജുകളൊക്കെ അങ്ങനെ അത് ആക്ച്വലി ഞാൻ ഇന്നും കൂടി അവനെ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കാരണം ഈ ഒരു കാര്യം പറയണം വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഒരു ഫ്രീക്വൻസി FC എന്ന് പറഞ്ഞിട്ടൊരു ഫുട്ബോൾ ടീമുണ്ട്. ഞാനും അശ്വിനും വേറൊരു ഫ്രണ്ട് ഉണ്ട്, സഞ്ജയ് ഹൽവിൻ. അങ്ങനെ 2-3 പേരെ കൂടിയിട്ട് തുടങ്ങുന്നത്. ഇതിപ്പോൾ വലിയൊരു ക്ലബ്ബ് പോലെ ഉണ്ട്. ഇപ്പോൾ അത് സ്ഥിരമായിട്ട് കളിക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി അങ്ങനെ ഒരു ഫുട്ബോളിനോടുള്ളൊരു സ്നേഹം കൊണ്ട് തുടങ്ങിയ ഒരു ബന്ധമാണ്. പക്ഷെ അതിൽ ആക്ച്വലി കുറേ മ്യൂസീഷ്യൻസാണ്.
ഫുട്ബോളാണ് ഞങ്ങളൊക്കെ ഭയങ്കര കണക്ട് ചെയ്ത് ഞങ്ങൾ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജ്യൂസ് കുടിക്കാനൊക്കെ ഇരുന്ന് കഥ പറഞ്ഞ് ആക്ച്വലി ഞങ്ങൾ മ്യൂസിക്കിനെ കുറിച്ച് വളരെ കുറച്ചേ പറയുള്ളൂ, ചുമ്മാനെ കളിയാക്കാനൊക്കെ മാത്രമേ പറയുള്ളൂ, അതല്ലാണ്ട് ഭയങ്കര സീരിയസ് ടോക്കാണ്. പക്ഷെ അതിലൂടെ ഉണ്ടായിരുന്ന ബന്ധം, അതിൽ ആ ഒരു ഫുട്ബോളിന് വേണ്ടി മാത്രം തുടങ്ങിയൊരു ബന്ധമാണ്. പിന്നെ അതിങ്ങനെ നമ്മൾ സിനിമകളൊക്കെ വരുമ്പോൾ അശ്വിൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹിന്ദി ആണെങ്കിലും അതിൻ്റെ ഈ തിയേറ്റർ മിക്സിനൊക്കെ പോകുമ്പോൾ ഒരു വേഷം വേണം, അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചുമ്മാ തമിഴ് പാടി അയക്കൂ, ലിറിക്സ് വെച്ചിട്ട് പാടി അയക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞു, ഇത് ട്രൈ ചെയ്യും, നന്നായിട്ട് പാട്, അവരൊന്ന് ഇമ്പ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിട്ട് പാടി, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാടി. അപ്പോൾ അവർക്ക് ടോൺ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ലിറിക്സിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എൻ്റെ അടുത്ത് അവരോട് പറഞ്ഞു, ലിറിക്സ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അശ്വിൻ, അത് നമുക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അശ്വിൻ വീണ്ടും പഠിച്ചു. ഞാൻ 4 പ്രാവശ്യം പാടിയ പാട്ട് പാടുന്നു, പിന്നെ പ്രശ്നമാവുന്നു, ലിറിക്കൽ പ്രശ്നമാവുന്നു, വേറൊരാൾ വെക്കുന്നു, സൂപ്പർവൈസർ വെക്കുന്നു, ലിറിക്കൽ സൂപ്പർവൈസർ വെക്കുന്നു, മലയാളി വരുന്നു, വേറെ ആൾ വരുന്നു, തമിഴും വരുന്നു. അങ്ങനെ ലാസ്റ്റ് അവിടെ തന്നെയുള്ളൊരു തമിഴെ നമ്മൾ പേ ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം ഇരുന്ന് നമ്മൾ ഓരോ ലൈൻ ഇരുന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടി. ലാസ്റ്റ് ആൾ പറഞ്ഞു, ഒരു തമിഴനെ പറയുന്നത് ആക്ച്വലി ഇത് ഓക്കെയാണ്, അങ്ങനെ അങ്ങോട്ട് അയക്കുന്നു. അപ്പോൾ അവർക്ക് ഓക്കെ ആവും. ഓ, ഇത്ര പണിയുണ്ടല്ലോ. പണി ഇതിൽ നടന്നിട്ടുണ്ട്. മലയാളത്തിൽ ഒരു കിണ്ണറകാണെന്ന് പാടിയ പ്രശ്നം അതാണ്. അന്നത് അത് ആക്ച്വലി ഉദിത് നാരായണ ആയതുകൊണ്ട് നമുക്ക് വിഷയമല്ല. ഞാൻ എന്ന് പറഞ്ഞ ആളവിടെ പോയിട്ട് കിണ്ണറകാനം പാടേണ്ട ആവശ്യമില്ല, അവര് ചവിട്ടി പുറത്താക്കും. ഉദിത് നാരായണ പാടാം. ആക്ച്വലി അവിടെ സിംഗേഴ്സ് ഒരുപാടുണ്ട്. നമുക്ക് മലയാളികളെ ആക്ച്വലി വി ആർ ടു വെൽക്കമിങ്. കാരണം സ്ലാങ് ഒന്നും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് അല്ല, അവിടെയും നോർമൽ ഓഡിയൻസിന് ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടും, ഞാൻ എന്ത് പാടില്ല. പക്ഷെ ആ മെയിൻ ഡയറക്ടർ ചിലപ്പോൾ അത് ഓക്കെ ആക്കണം എന്നില്ല. ഉദിത് നാരായണനെ പോലെ നോർമലി ഒരു ഹിന്ദി സിംഗർ പാടി ചിലപ്പോൾ ഓക്കെ അല്ലോ. ഉദിത് നാരായണൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം, എന്നില്ല കൗതുകം അവിടെ വേണ്ട അവർക്ക്. അതിന് ആ ഒരു കൗതുകമുള്ള ഒരാളല്ല. അപ്പൊ ഞാൻ അതുപോലെ എഫേർട്ട് ഇട്ടു. ഞാൻ അശ്വിൻ എന്നൊരു ആളുള്ളതാണ് നമുക്ക് എഫേർട്ട് ഇടാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പം അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മളതിൽ പാടുന്നു, അത് ഇറങ്ങുന്നു, അത് ഭയങ്കര സിനിമക്ക് ഇത്രയൊക്കെ ആവും നമ്മൾ ഞാൻ തങ്കലാനിൽ പാടിയതിന് മുമ്പ് പാടി. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ആക്ച്വലി ഒന്നത് ഭയങ്കര സങ്കടം, ആ സിനിമയിലായിപ്പോയി. ആ രംഗം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ബ്രേക്കിങ്, അതിൻ്റെ കൂടെ എൻ്റെ പാട്ട് വരുന്നത്. അപ്പം ഞാനത് എന്ത് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് കരയുന്നതിനേക്കാളപ്പുറത്ത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഇരുന്നു അവിടെ. ആക്ച്വലി എൻ്റെ പാട്ട് ഇത്ര അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടല്ലോ. ഇതെങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ഭാഗ്യം, ഇതിന് വലിയ ഭാഗ്യം എനിക്ക് എന്താ കിട്ടുക, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവനാണെന്നൊന്ന് പറയാം. അത്ര ലക്കാണത്. ഇപ്പം എങ്ങനെയാ ജയപ്രകാശ് കുമാർ എന്താണ് അതിന്റെ ഇമോഷൻ എങ്ങനെയാ പറഞ്ഞത്? സീക്വൻസ് പറഞ്ഞു തന്നിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാനതിന്റെ വിഷ്വൽ കണ്ടിട്ട് പാടി. ഇനി അത് പറയാലോ. അതെ, വിഷ്വൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. എടാ ഇതാണ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് പാടി, മ്യൂസിക് സൈഡിലാണ് ഞാൻ പാടി. അപ്പോൾ അശ്വിൻ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിഷ്വൽ എനിക്ക് കാണിച്ചു തന്നു. സായി പല്ലവിയുടെ ഒരു പെർഫോമൻസിൽ തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണത് അവരുടെ ഒരു. അപ്പോൾ ആ ഒരു അതിൻ്റെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇവർ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ സീനായി. അതിനുശേഷമാണ് മറ്റേ നാ പാടിയിട്ടാണ് അവിടെ, ലിറിക്സ് ഒന്നുമില്ല, ചുമ്മാ ഇവരെന്നെ പാടിയിട്ട്. അത് കേട്ട് ആ പാട്ട് മൊത്തം കേട്ടപ്പോൾ തന്നെ ഫുള്ള് ഞാൻ ഡാർക്കായി പോയി. പിന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടിയൊന്നുമില്ല, ആ സെയിം സാധനം ഞാൻ ഒന്നുകൂടി പാടി. പക്ഷെ എൻ്റെ മൈൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു പെയിനൊക്കെ അതിൽ വന്നു. വാനേ വാനേ കാലൈ വാനേ உன்னை பார்த்தே கையை நீட்டும் பூவே பூவே காந்தல் பூவே உன் பேர் கேட்டால் வாசம் கூட்டும் நாள்தோறுமே. സുധാ കൊങ്കര സൂര്യ എന്നുള്ള ഇതില് പാട്ട് പാടിയില്ലേ ട്രെയിലറിലൊരു പാട്ടല്ല, അത് ആക്ച്വലി എല്ലാവരും അടിച്ചു നോക്കി. അത് ട്രെയിലറിലൊരു ബിറ്റ് ഞാൻ പാടിയിട്ടുണ്ട്. അത് എനിക്ക് എന്താ പാടിയെന്ന് അന്ന് ഓർമ്മയില്ല. അതും അശ്വിനാണ്, അശ്വിൻ പാടി. അത് അശ്വിനായിട്ടുള്ള ഫസ്റ്റ് ഓർക്കുന്നില്ല, അത് ആക്ച്വലി ചെറിയൊരു സംഭവമാണ്. പക്ഷെ അതിൽ ഞാൻ ആ ട്രെയിലറിൽ ഒരു ഭാഗം പാടി. പക്ഷെ പിന്നെ അതിന് ശേഷം വേറെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഫിലിമിൻ്റെ പരിപാടിയൊന്നും എനിക്കറിയില്ല, ആക്ച്വലി ഷൂട്ട് തുടങ്ങിയൊന്നും അറിയില്ല. അതെനിക്കാണ് സൂര്യയുടെ ബർത്ത്ഡേക്ക് എന്തോ ഇടാൻ അവർ പ്ലാൻ ചെയ്യിച്ച എന്തോ ഒരു ടീസർ പരിപാടിയാണ്. ഇതൊക്കെ ഭാഗ്യമാണ്. സൂര്യ, വിക്രം, ശിവകാർത്തികേയൻ. നമ്മളെ ക്ലബ് എഫ് എമ്മുമായിട്ട് നിങ്ങളെ ബാൻഡിന് ഒരു ബന്ധമുണ്ട്, നേരത്തെ പറഞ്ഞത് കോട്ടയത്ത് വെച്ചിട്ട് ലോഞ്ച്. അതുപോലെ തന്നെ മാതൃഭൂമി കപ്പ ടി വിയുമായിട്ടും മ്യൂസിക്. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൺ കോമ്പോസിഷൻ തന്നെയാണ് അല്ലേ? അല്ല ഓം ഓം അത് ആക്ച്വലി അതിൽ ഓൺ പരിപാടികളുണ്ട്. ആക്ച്വലി ഓൺ ഉണ്ട് അതിൽ. അത് ജസ്റ്റ് ഒന്ന് തുടങ്ങി ഇട്ടെന്ന് തോന്നുന്നു അല്ലേ നമുക്ക്? ആക്ച്വലി ഞാൻ പാടണോ? പാടും. मिजात मिलती है उन्हें यकीनन करिए जो कल्ब है जिक्र अल्लाह,
जिक्र है बुर्क नहीं है अमल कोई है फरमान रसूल अल्लाह जिक्र है जुर कटते है नफ्स का बेशक जिक्र है सैफुल्लाह हस्बी रब्बी जल्लल्लाह माफी क़ल्बी गैरुल्लाह नूर मुहम्मद सल्लल्लाह हक़ ला इलाहा इल्लल्लाह. നൈസ്. അത് ഈ ഒരു ഹസ്ബി റബ്ബിന്റെ ഭാഗം വരുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്കൊക്കെ താരാട്ട് മാമൊക്കെ പാടി തരുമ്പോൾ അപ്പൊ അത് പെട്ടെന്ന് ഹസ്ബി റബ്ബിനെ വേറൊരു മോഡിൽ കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഇഷ്ടമാണ് ആ പാട്ട്. കോളേജ് മഹാരാജാസ് കോളേജ് കാലഘട്ടത്തിൽ കോളേജിലെ പാട്ട് സ്റ്റാർ ആയിരുന്നോ? അങ്ങനൊന്നുമില്ല, ഞാൻ ആക്ച്വലി അങ്ങനത്തെ ഒരു സൈലന്റ് ആയിരുന്നു കുറച്ചൊക്കെ. ഞാൻ സ്റ്റാർ ഒന്നല്ലായിരുന്നു. അല്ല, കോളേജ് കാലഘട്ടം ഓർക്കുമ്പോൾ മനസ്സിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് പൂമരം തന്നെ. അതെനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ പാട്ടാ. അത് പറഞ്ഞിടോ കുറെ കഥ തേടി നടന്ന് കുറെ അവിടെ ഉണ്ടായിരുന്നൊരു പാട്ടാ. അത് പിന്നെ ഞാനത് പാടി, ഞാനത് ഇങ്ങനെ പാടിയൊക്കെ നടക്കാറുണ്ട്. പക്ഷെ അതിന് ഇങ്ങനത്തെ ഒരു ആ പാടിന് ഇങ്ങനെ ഫ്യൂച്ചർ നമ്മൾ പ്രതീക്ഷയില്ല. ഞാനതൊരു പാടി നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഗിറ്റാറൊക്കെ വായിച്ച് പാടുമായിരുന്നു അന്ന്. അങ്ങനെ അധികം അങ്ങനെ ഈ പറഞ്ഞ തന്നെ അങ്ങനെ ഒരു കലോത്സവത്തിലൊക്കെ അങ്ങനെ പങ്കെടുത്ത് പ്രൈസ് അങ്ങനത്തെ ഒരു സ്റ്റാർ പരിപാടിയൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരുപാട് പേരെ കൂടെ ഇരുന്ന് പാട്ടിലൊന്നുമില്ല. നമ്മൾ കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ പാടും, അത്രേ ഉള്ളൂ. ആൾക്കാർക്ക് സമയത്തും ചൂസിയായിട്ട് ചങ്ങായിമാരത് ക്ലോസ് സർക്കിൾ ആയിരിക്കുമല്ലോ പാടുന്നത്. എടാ ഇത് പാട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ദിനം പിക്ക് ചെയ്യുന്ന ഒരു പാട്ടുണ്ടാവില്ല. അത് ഖ്വാജ എപ്പോഴും ഞാൻ പാടാറുണ്ട്. രണ്ടുപേരും പാടിത്തരോ? ख्वाजा मेरे ख्वाजा दिल में समा जा शाहों का साधु अली का दुलारा ख्वाजा मेरे ख्वाजा दिल में समा जा ख्वाजा मेरे ख्वाजा दिल में समा जा देखो सुखी तकदीर तूने सवारी देखो सुखी तकदीर तूने सवारी ख्वाजा मेरे ख्वाजा. ARR ആണ് ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചെറുപ്പം മുതലേ. ഓഫ് കോഴ്സ് ആളും പിന്നെ ഇളയരാജ സംഗീതത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. അത് ഒരു ആക്ച്വലി അദ്ദേഹം അധികമൊന്നും ചെയ്തെന്ന് ഞാൻ പറയുന്നത്. എന്നാലും ഈ പാട്ടുകളൊക്കെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കുൻഫാക്കനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ കോക്ക് സ്റ്റുഡിയോ ആണ് എന്നെ ഭയങ്കരമായിട്ട്. പാകിസ്ഥാൻ കോക്ക് സ്റ്റുഡിയോ അന്ന് ഇന്ത്യൻ ഉണ്ടായിരുന്നു. നെസ്കഫെ ബേസ്മെന്റ് അങ്ങനത്തെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഈ മോജോ പോലെ തന്നെ പണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റഹ്മാനിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പരിപാടികൾ കുൻഫാക്കൻ റോക്ക് സ്റ്റാർ വരുന്നു, കുൻഫാക്കൻ, പിയ ഹജി അലി, ഡൽഹി 6 അങ്ങനത്തെ കുറേ സിനിമകൾ. പിന്നെ അവിടെ നിന്ന് പിന്നെയാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ സൂഫിയാണ്. പിന്നെ നമ്മൾ വീണ്ടും റൂട്ടിലേക്ക് പോകുമ്പോൾ നസറത്ത് ഫത്തഹ് അലി ഖാനിലേക്കും അങ്ങനെ പാകിസ്ഥാൻ അങ്ങനെയൊക്കെ പോകണം. ആബിദ പർവീൻ അങ്ങനെ വരുമ്പോൾ പിന്നെ കുറെ ഗസൽസ്. സിംഗർ എന്നുള്ള സംഭവം നമുക്ക് മാറ്റിവെക്കാം. നിങ്ങളൊരു മ്യൂസിക് ഡയറക്ടർ തന്നെ. നിങ്ങൾ സ്ട്രിക്റ്റ് ആണോ? ലൈക്ക് ഇത് ഈ സ്വരത്തിനുള്ളിൽ തന്നെ നിൽക്കണം, ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റൂല എന്ന് പറയണ കൈൻഡ് ഓഫ് സിംഗറിനോട്? എനിക്ക് ഞാൻ ചെയ്യുന്ന സാധനത്തിൽ ഇതിൽ നിൽക്കണം എന്ന് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ഒരു പ്രോപ്പർ ഞാൻ പാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് കമ്പോസ് ചെയ്ത് വെക്കും. എനിക്ക് അത് തന്നെ വേണമെന്നുണ്ട്. പാട്ടിലും ജീവിതത്തിലും കറക്റ്റ് കമ്പോസിഷൻ ഒത്തിട്ട് വന്ന ആള് ശിഖാൻ തോന്നുന്നല്ലേ? ശിഖ ആക്ച്വലി ഞാനായിട്ട് ജെല്ലായി ഇപ്പോൾ. അപ്പൊ ഞാൻ പാടുന്ന കോമ്പോസിഷൻ അവളെ കൊണ്ട് പാടിക്കുന്ന. നിങ്ങൾ നേരത്തെ പാടിയില്ലേ, മെഹറ് പാടിയില്ലേ, ഷിഖയുടെ വോയിസിലുള്ള സാധനം ഞാൻ പാടാന്ന് പറഞ്ഞ് പാടില്ലേ? അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുക കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ ആള് ചാനൽ ചെയ്തെടുത്തിട്ട് തന്നെയാണ് പാടിയിട്ടുള്ളത്. ഞാൻ പിന്നീട് പാടുമ്പോൾ ചിലപ്പോൾ ഞാൻ മാറ്റിയൊക്കെ പാടും കോമ്പോസ് ചെയ്യും. പക്ഷെ ആ ടൈമിൽ ഞാൻ എന്താണ് വേണ്ടത് അത് കറക്റ്റ് ഞാൻ ശിഖ എന്നല്ല, അത് ആര് വന്നാലും ഞാൻ നമ്മളെ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരാളെ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് പാടണ്ട. പിന്നെ ചില ആൾക്കാർ ചിലത് പാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ട സാധനം കഴിഞ്ഞാൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിലൊക്കെ ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് പരിപാടിയിലും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അത് ഞാൻ വളരെ ടൈം എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ്. പെട്ടെന്ന് നമുക്ക് അങ്ങനെ പരിപാടികൾ ചെയ്യാം. പക്ഷെ ഞാൻ വളരെ ടൈം എടുത്ത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ ഞാനത് പ്രോപ്പർലി കമ്പോസ് ചെയ്ത് അതിൽ നിന്ന് പോളിഷ് ചെയ്തിട്ടായിരിക്കും സ്റ്റുഡിയോയിൽ വരിക. അതുകൊണ്ട് എനിക്ക് വേറെ കൺഫ്യൂഷൻസ് ഇല്ല, ടൈം കിട്ടുന്നുണ്ടല്ലോ.
നമ്മൾ ആദ്യം മ്യൂസിക് മോജോയിൽ ചെയ്യുമ്പോൾ ഫൈസൽ റാസി കളക്റ്റീവ് ആണ്. പിന്നീട് അതിൻ്റെ മുഖം ഒന്ന് മാറി, ഫൈസൽ റാസി പ്രോജക്റ്റിനെ മാറി നമ്മൾ അമോറിലേക്കും എത്തി, അതുപോലെ ഉറുമിയിലേക്കും എത്തി. ഉറുമി ഫോർ ലൈവ് പെർഫോമൻസസ് അല്ലേ. ഇപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂഫി സംഗീതത്തിന്റെ പാത എന്ന് പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലെ കവാലി പാട്ടുകളും ഗസൽസും നമുക്ക് ഒന്നാണ് സ്ട്രിക്ട്ലി അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാൻ. അതെ, അതിൽ കൂടുതലും കുറച്ച് ഗസൽസ് ഒക്കെയാണ് വരിക. ഞാനിപ്പോ ഞാൻ ചെയ്ത അമ്മോർത്തോണ്ടൊരു പാട്ടുണ്ട്, ഞാൻ ചെയ്ത ഒരു ഗസലാണ് മലയാളം, അത് പാടിയത് ശിഖയാണ്. അതിനുശേഷമാണ് ആക്ച്വലി ഒരു ഗസൽ തുടങ്ങുന്നത്, അപ്പൊ ആ പേരിനിടുന്നു. പിന്നെ ഞാൻ ചെയ്ത ലാങ്കി ലാങ്കി എന്നുള്ള ഒരു പാട്ടുണ്ട്. നമ്മുടെ കുറച്ച് ഒറിജിനൽസ് ഒക്കെ പാടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ഒറിജിനൽസ് എനിക്ക് ആക്ച്വലി ഒരു ഉറുമി വരുന്ന ഒരു കോളേജ് ഷോയ്ക്ക് എനിക്ക് ഒരിക്കലും കയറിയിട്ട് അമ്മൂർ പാടാൻ പറ്റില്ല. ആക്ച്വലി അത് അവിടെ അതല്ല വേണ്ടേ, അവരെ എൻ്റർടൈൻ ചെയ്യിക്കണം അതല്ല. അപ്പോൾ അതും കൂടി കിട്ടുന്ന പിന്നെ പഴയ ബാബുരാജിൻ്റെ പാട്ടുകൾ, മെഹന്തി ഹസൻ, ഗുലാം അലി, അത് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും അതിൽ എന്ത് പാട്ടും വരാം. അത് പക്ഷെ വളരെ സട്ടിലായിട്ടുള്ള പരിപാടികളായിരിക്കും, ഇരുന്ന് നല്ല ഹാർമോണി പെട്ടിയും തബലയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു നമ്മുടെ സന്തോഷം പാഷൻ്റെ പുറത്താണ് അത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതിൽ വേറെ ഒരു ബിസിനസ് ഇല്ല. ഓക്കെ, കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് തബലയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ബാബുഖാന്റെ ഒരു പാട്ട് പാടാം. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദ്രലേഖ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നിലാവിന്റെ വരവ് മ്യൂസിക്കിൽ എന്തെങ്കിലും മേജർ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇമ്പാക്റ്റ് അല്ല. നിലാവ് ഫാമിലി വേറെ തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ നിലാവിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു നിലാവിനായിട്ട് പാടി കൊടുക്കുന്ന ഫേവറേറ്റ് അങ്ങനെ സത്യം പറഞ്ഞാൽ ഇല്ല. ആക്ച്വലി അങ്ങനെ നമ്മൾ പാടണമെന്നൊക്കെ പറയും ആൾക്ക് ആക്ച്വലി വേറെ തന്നെ ഒരു പരിപാടിയാണ്. പിന്നെ ചില അടിച്ചുപൊളി പാട്ടുകളൊക്കെ എനിക്ക് കേൾക്കും. ഇപ്പം ഇല്ലുമിനാറ്റി പോലത്തെ പാട്ടുകളും അങ്ങനത്തെ പാട്ടുകളൊക്കെ. പിന്നെ ഷിഗയുടെ ചില റീലുകളൊക്കെ ആള് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പാടുന്ന ഒരു മിനി മഹാറാണി പോലത്തെ പാട്ടുകളൊക്കെ മമ്മിയുടെ അടിപൊളിയാന്നൊക്കെ പറയും. എൻ്റെ പാട്ടുകളും ഇങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോൾ അറിയാം ആൾക്കെല്ലാം. ഇങ്ങനെ ചുമ്മാ ചിലപ്പോൾ മൂളൊക്കെ ചെയ്യും. എന്നാലും അങ്ങനെ പാടിക്കൊടുക്കണമെന്നോ പാടിക്കൊടുക്കുമ്പോൾ ആളങ്ങനെ മൈൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ലൈഫിൽ ഭയങ്കര അവൾ വന്നേ പിന്നെ ഭയങ്കര ഒരു ബൾബിട്ടൊരു ഫീൽ ഉണ്ടാവാം. പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, മിസ്സിങ് ഒക്കെ അതുണ്ടാവും. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. ലാങ്കി ലാങ്കി പൂവണത്തില് ലാവുറങ്ങണ രാവില് ലാത്തിരിപ്പൂ ചുണ്ടിൽ മുത്തണ് ലക്കില്ലാത്ത കാറ്റല ലക്കില്ലാത്ത കാറ്റല. ലാങ്കി ലാങ്കി പൂമണത്തില് ലാവുറങ്ങണ രാവില് ലാത്തിരിപ്പൂ ചുണ്ടിൽ മുത്തണ് ലക്കില്ലാത്ത കാറ്റല ലക്കില്ലാത്ത കാറ്റല. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കലെന്ന് പറയുന്ന സംഭവം അത് കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണോ, അല്ലെങ്കിൽ പാഷൻ ഇല്ലാത്ത ഒരാൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകണ്ട എന്നുള്ള ഒരു അഭിപ്രായം? അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അതെല്ലാവരും ഇഷ്ടമാണ്. മാലയം അത് ഉറുമി ലൈവിൽ തന്നെ നിങ്ങൾ പാടിയിട്ടുണ്ട്. ഞാൻ ഒരു ഷോർട്സ് എന്തോ കണ്ടിട്ടുണ്ട്. മാലയം മാറുടലിഞ്ഞു അങ്ങനെയുള്ള പാട്ടുകളും ഉറുമിയിൽ പാടലുണ്ട് അല്ലെ? കുറച്ച് സ്ലോ പേസിലുള്ള പാട്ടുകൾ വളരെ കുറവാണ്. എന്നാലും ഇതൊക്കെ പെട്ടു പോകുന്നതായിരിക്കും. അത് പിന്നെ അങ്ങനത്തെ ചില പാട്ടുകൾ നമ്മൾ പാടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ കുറച്ച് പാട്ടുകൾ അങ്ങനെയുള്ള അതിൽ ഉറുമിയിലുള്ള ഇത്തരത്തിലുള്ള മെലോ ട്രാക്സ് ചൂസ് ചെയ്യുമ്പം അതിനെന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടാ? മാലയും പോലെ ഇന്ന പാട്ട് അല്ലെങ്കിൽ ആസിൻ വരുന്ന സമയത്ത് അതങ്ങ് പാടുകയാണോ ചെയ്യണേ? കുറച്ച് പാട്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. പക്ഷെ എല്ലാ സ്റ്റേജിലും അങ്ങനെ പാടണമെന്നില്ല. ഒരു മെഡലി സെഗ്മെന്റ് ഉണ്ട് നമുക്ക്. ആ സെഗ്മെന്റിലാണ് കുറച്ച് മെലഡികൾ പാടാം. ഓക്കെ. അപ്പം അതിൽ ചിലപ്പോൾ
ചില സ്ഥലത്ത് ഭയങ്കര ക്ലാസ് പാട്ടുകൾ, ഇപ്പോൾ ആഫ്രീൻ പോലത്തെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ. ചില സ്ഥലത്ത് ഒരേ പിയെ പാടും. ചില സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് പാടണ്ട, അവിടെ അതല്ല. അപ്പോൾ ചിലപ്പോൾ അവിടെ 1000 കണ്ണുമായും കുരുക്ക് സിരുത്തവിളൊക്കെ ആയിരുന്നു. ഞങ്ങൾ മാറി ശരിയായിരിക്കും വരെ. കൂടുതലല്ല എല്ലായിടത്തും പൂമരം പാടും, ആരാധിക പാടാറുണ്ട്. അങ്ങനെ ചില പാട്ടുകൾ എല്ലായിടത്തും പാടും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മുൻപേ പാടും. കോളേജസ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ പാട്ടിലൊക്കെ കുറേ പോകും. കുറച്ചുകൂടി ക്ലാസ് ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ പാട്ടുകളും അതിൽ അതുപോലത്തെ ഒരു സെഗ്മെന്റിൽ കുറച്ചധികം പാട്ടുകൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ വാനം പാടും, പാടി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും പാടണല്ലോ. നാരി നാരി അത് ഡ്യുവറ്റാണ്. നാരി 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 മിൻ കമാനോ നാരി നാരി അൽബി ഗരാലോ من نذرة خدني في الأحساد وبنحنا سوا أجمل كلام بقونه غانا عن الهوى حبيبي ده من نذرة خدني في بنحنا سوا حبيبي أجمل كلام بقونه غانا عن الهوى حبيبي ده जब से हुई मुलाकात यादों में सारी नारी 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 നാരി മിൻ ഗമാനോ നാരി നാരി അൽബി ഗരാലോ. ഓക്കെ, ഞാനതൊക്കെ വെറുതെ ഇങ്ങനെ നിങ്ങളെ ലൈവ് പെർഫോമൻസിന്റെ ഇടയിൽ കൂടെ വന്ന പാട്ടുകൾ ഏതൊക്കെ നോക്കിയത്? അതൊക്കെ ലൈവ് പാടുന്ന, അതൊക്കെ മസ്റ്റ് ആയിട്ട് നമ്മൾ പാടുന്ന പാട്ടുകളാണ്. കാർവാൻ നിങ്ങളെ സ്വന്തമാണ്? കാർവാൻ ഞങ്ങള് സത്യം പറഞ്ഞ ഇതൊരു ലൈവ് പാടിയിട്ടില്ല. ഞങ്ങളുടെ ഒറിജിനൽ ആണെങ്കിൽ പോലും ലൈവ് പാടാനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു 5 സ്റ്റേജസ് കഴിഞ്ഞാൽ ഞങ്ങൾ പാടും. എന്താണ് കാർവാന്റെ ബാക്കിലുള്ള ആ ഒരു? കാർവാൻ ആക്ച്വലി ഒരു ട്രാവലിംഗ് ആണ്. അതൊരു ഞങ്ങളുടെ ബാൻഡിൻ്റെ തന്നെ ഒരു ഫാമിലി, ഞങ്ങളൊരു ഫാമിലിയാണ്. ഞങ്ങളൊരു ട്രാവലിംഗ്, അതിലുള്ള ഹാപ്പിനെസ്, ഫുഡ്, ഫൺ, അങ്ങനെ ഒരു വളരെ രസമായിട്ടുള്ള. അതിൽ തക്കു ഒക്കെ ഉണ്ട്. തക്കുനന്ന് നിലാവിന് 3 മാസമുള്ളൂ. അപ്പം നിലാവ് മുതലുള്ള ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ മ്യൂസിക്, ഞങ്ങളുടെ ഒരു സർക്കിള്, ആ ഫ്രണ്ട്ഷിപ്പ്, ആ ലവ്, ആ മ്യൂസിക് എല്ലാം അടക്കം വരുന്ന ഒരു ഞങ്ങളൊരു ട്രിപ്പായിരുന്നു അത്. അപ്പം ആ ട്രിപ്പിൽ ഞങ്ങളൊരു പാട്ടും കൂടെ ചെയ്തെന്നുള്ളൂ. മെറ്റമോർഫോസിസ് ആക്ച്വലി അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ഈ മഹറിൻ്റെ ഒരു പോർഷൻ്റെ അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനാണ് മെറ്റമോർഫോസിസ്. ആക്ച്വലി മഹറിൻ്റെ ചെയ്തു വെച്ചാൽ ഒരു പോർഷൻ ഞാൻ നേരെ എടുത്തിട്ട് അതിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് പെട്ടെന്ന് മെറ്റമോർഫോസിസ്. അത് ആക്ച്വലി നമ്മുടെ വാറായിട്ട് ഇപ്പം ബന്ധപ്പെട്ട ഗാസ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തൊരു എൻ്റെ ഒരു പൊളിറ്റിക്കൽ പരിപാടിയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ഇനി തങ്കളാൻ്റെ ഒരു കുഞ്ഞു പോർഷൻ. തങ്കളാൻ ആക്ച്വലി എനിക്ക് जान है अभिमान है तंगलान है आदि पुरुष है जान है अभिमान है तंगलान है आदि पुरुष है जान है अभिमान है तंगलान है आदि पुरुष है. പിന്നെ എന്തോ റാപ്പ് ഒരു എനിക്ക് ഓർമ്മയിട്ടില്ല. താങ്ക് യു. ഈ ചില ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടുക, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കണ്ടുമുട്ടുക, ശക്തിശ്രീനെ കണ്ടുമുട്ടുക, അതൊക്കെ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏതോ ഒരു ഇൻ്റർവ്യൂ അല്ല, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നിങ്ങളൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, SPB ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഗൂഗിൾ മീറ്റോ? കുറേ ആൾക്കാരെ സ്ക്രീനിൽ ലോക്ക്ഡൗൺ ആണല്ലോ, ഒബ്വിയസ്ലി നമുക്ക് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഒരു കോളേജിലോ കുട്ടികളെന്തോ SPBൻ്റെ ഒരു ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളായിരുന്നു ഗസ്റ്റ്. കുറച്ച് SPBൻ്റെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ SPBനെ കണ്ടുമുട്ടിയ സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു ഇമോഷൻ്റെ ഡെപ്ത് നിങ്ങൾ ആ ഒരു സംസാരത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു കണ്ടുമുട്ടൽ ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു. അതുപോലെ ഈ ഒരു മീറ്റിംഗ് മൊമെൻറ്റ്സ്, ഇപ്പം GV പ്രകാശൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ മീറ്റിംഗ് മൊമെൻ്റ് ഉണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് കണ്ടുമുട്ടിയിട്ട് അടിപൊളി എന്ന് തോന്നിയിട്ടുള്ള ചില മീറ്റിംഗ് പോയിന്റ്സിനെ കുറിച്ച് പറയാമോ? അങ്ങനെ വിദ്യാസാഗറിനെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. ആക്ച്വലി A റഹ്മാനെ ഞാൻ അങ്ങനെ അടുത്തങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടിയ ഇളയരാജനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഞെട്ടിയിരുന്നു. ഈ നമ്മളെ എറണാകുളത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് കണ്ടത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എന്നിട്ട് ഷിഖനെ വിളിച്ചു. ഷിഖ ഭയങ്കര ഫാനാണ്. പക്ഷെ ഷിഖ ഓട്ടോ ഒക്കെ വിളിച്ച് എങ്ങനെയൊക്കെയോ വന്നിട്ടും പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആള് ചാടി കയറിപ്പോയി. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കി, എനിക്കല്ല അവളെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ അന്നെന്തോ എടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഭയങ്കര ഞെട്ടലുള്ളൊരു ടൈമായിരുന്നു.
പിന്നെ പിന്നെ അന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ചിത്ര ചേച്ചിനെ എല്ലാവരും കാണുമ്പോൾ ഒക്കെ നമുക്ക് പിന്നെ അവരൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഞെട്ടൽ പരിപാടിയൊക്കെ തന്നെയാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. ഓക്കെ, സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് BA മ്യൂസിക് പഠിക്കുന്നത് അല്ലേ? സാധാരണ തിരിച്ചിട്ടാണ് സംഭവിക്കാറ്. മ്യൂസിക് പഠിച്ചിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് പോകണം. നിങ്ങൾ സൗണ്ട് എഞ്ചിനീയറിംഗിൽ പഠിച്ചു വന്നപ്പം കുറച്ചും കൂടി ഇങ്ങനെ ഒരു മ്യൂസിക് ഡെപ്തും കൂടി? അങ്ങനൊന്നുമല്ല, സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു പിന്നെ ജോലിക്ക് പോകാന്നുള്ളൊരു സംഭവത്തിൽ കോളേജിൽ പഠിക്കാമെന്ന് വിചാരിച്ച് മഹാരാഷ്ട്രയിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റി അതിലൂടെ എന്തെങ്കിലും അങ്ങനെ അതിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ വന്നത്. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു പരിപാടി അല്ല അത്. അതല്ല ആക്ച്വലി നമ്മള് മ്യൂസിക് ഡയറക്ഷനാണ്, നമ്മൾ കമ്പോസ് ചെയ്യുക അതിങ്ങനെ. പക്ഷെ ആക്ച്വലി ഞാൻ പോയി പഠിച്ചപ്പോൾ നമ്മൾ പഠിക്കണം എന്താ, റെക്കോർഡ് ചെയ്യാനും മിക്സ് ചെയ്യാനും ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നുള്ള പരിപാടിയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇതല്ല എൻ്റെ പരിപാടി. ആക്ച്വലി എൻ്റെ പരിപാടി കുറച്ചും കൂടി ആൾക്കാരായിട്ട് സോഷ്യലൈസ് ചെയ്ത് അവരായിട്ട് നമുക്ക് കുറച്ചുകൂടി അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്ത് നമ്മളൊരു സിനിമയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ട്രാക്കൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടി. ഇത് അതിൻ്റെ ഇടയിൽ വരുന്നൊരു റെക്കോർഡിങ് സെഷൻ മാത്രമാണ് ഞാൻ പഠിച്ചതെന്നുള്ളതെങ്കിൽ മനസ്സിലായി. റെക്കോർഡിങ്ങോ അതിൻ്റെ മിക്സിങ് പരിപാടി വളരെ നോർമൽ സാധനമാണ്, മറ്റേ വലിയൊരു പരിപാടിയല്ല. നമ്മൾ പഠിച്ച അന്നത്തെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് നമ്മളൊരു പരിപാടി സെറ്റ് ചെയ്തു. അപ്പൊ പിന്നെ നേരെ മഹാരാജാസിൽ വന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാണ്ടിരിക്കാൻ വഴിയില്ല. അപ്പൊ അവിടെ മ്യൂസിക് ഉണ്ട്, അപ്പൊ നേരെ പഠിക്കുന്നു. അങ്ങനെയാണ് മഹാരാജാസിൽ വന്നത്. അതല്ലാണ്ട് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയൊന്നും ഒന്നുമല്ല. ചെറുപ്പത്തില് ഡ്രംസ് വായിക്കാറുണ്ടായിരുന്നു? ഡ്രംസ് കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇതൊക്കെ എല്ലാം അറിയാലോ. അല്ല, അപ്പോൾ ഡ്രംസ് ട്രൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ പിന്നെ ഗിറ്റാർ നോക്കി. ഇനി അതിനകത്ത് ആഡ് ഓൺ ആയ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായി ഇപ്പൊ നിലവിൽ? അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു ഇൻസ്ട്രുമെന്റൽ പ്ലെയർ ഒന്നുമല്ല. ഡ്രംസ് ഞാൻ പണ്ട് കുറച്ചൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പൊ ആക്ച്വലി ഒരു 10 കൊല്ലമായിട്ട് വായിക്കണേ ഇല്ല. എന്നാ പക്ഷെ ഇനി വരുന്ന കുറച്ച് മന്ത്സിനുള്ളിൽ ഞാനത് പഠിക്കുന്നുണ്ട്, വീണ്ടും പഠിക്കാനുള്ള പ്ലാനുണ്ട്. ഒരു ഡ്രം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ പിന്നെ ഒരു സ്പേസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്, പ്രാക്ടീസ് ചെയ്യാനും സ്റ്റുഡിയോ ഒക്കെ ആയിട്ട്. പിന്നെ അത്യാവശ്യം കീബോർഡ്, ഹാർമോണിയം, ഗിറ്റാറൊക്കെ ഒന്നും തൊട്ട് നോക്കണം എന്നുള്ള അതിലേക്കൊന്നും എൻ്റെ മൈൻഡില്ല. അതും അത് കുറച്ചുകൂടി ഒരു നമ്മളതിന് വേണ്ടി ഇങ്ങനെ ഇരിക്കണം, ഒരു ചെറിയ തപസ്യ പരിപാടി വേണം. ഇത് ഈ വായിക്കുന്നതൊക്കെ നമ്മുടെ കോമ്പോസിഷന്റെ ഭാഗമായിട്ട് നമുക്ക് കമ്പോസ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള കുറച്ച് പരിപാടികളൊക്കെ, കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ. ഇൻസ്ട്രുമെന്റിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകുന്നത് അറിയാൻ എന്റെ ക്യൂരിയോസിറ്റി ചോദിച്ചത്. അപ്പൊ എന്ത് കിട്ടിയാലും കുറച്ചേരം അതൊക്കെ വായിച്ചു നോക്കും. അതിപ്പോ അത് എന്ത് കുറച്ചൊരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ തോണ്ടിയൊക്കെ വായിക്കും. ചെറുപ്പത്തില് നമ്മളെല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ചില പാട്ടുകളുണ്ടാവും. നമുക്ക് അപ്പം അറിയില്ല ഇന്നയാളെ മ്യൂസിക് കോമ്പോസ്, അന്ന് നോക്കൂലല്ലോ അങ്ങനെ ആരെ മ്യൂസിക് കോമ്പോസ്, പാട്ടുകൾ കേൾക്കും. അങ്ങനെ ഒരുപാട് ചെറുപ്പത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന മ്യൂസിഷ്യൻ? ഈ ബാബുക്കയുടെ പാട്ടുകളൊക്കെ എനിക്ക് പണ്ടേ മുതൽ ഇങ്ങനെ കേൾക്കുമ്പോ ഈ താമസം എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എനിക്കൊരു പ്രത്യേക ഒരു സാധനം തോന്നും. പുള്ളിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. അത് ആക്ച്വലി ഇപ്പോഴും ആ ഒരു സെയിം പൊസിഷനിലാണ് നിൽക്കണേ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല, എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ പരിപാടി, അതെനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എന്താണ് ആക്ച്വലി പുള്ളി ചെയ്യുന്നൊരു പ്രത്യേക ആരും ചെയ്യാത്തൊരു ആകമൊന്നുമില്ല, പക്ഷെ എന്താണ് അതിൻ്റെ ഒരു മാജിക് എന്നുള്ളത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സീൻസിൽ നമുക്കിപ്പം ഒരു രാഗത്തിൻ്റെ ഇത്ര സ്വരങ്ങളുടെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ഒരു പാട്ടുണ്ടാക്കുമ്പോൾ ഒരു രാഗത്തിൽ തന്നെ നിന്നിട്ട് എന്നുള്ള പരിപാടി ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് അല്ലെന്നല്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഗത്തിൽ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്ട് അതിനകത്തേക്ക് ചില സ്വരങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ഈസി ആയിട്ട് ചെയ്തു പോയിട്ട് സാറ്റിസ്ഫൈഡ് എന്ന് തോന്നിയിട്ടുള്ള ഓൺ കോമ്പോസിഷൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ആക്ച്വലി ഞാൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ ഏകദേശം ചില രാഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ചെയ്ത 1-2 പാട്ടൊക്കെ രാഗങ്ങളൊക്കെ പറയാൻ വേണമെങ്കിൽ എന്തുഭൈരവി, കീരവാണി അങ്ങനെയൊക്കെ പറയാം. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാൻ പോണ 1-2 പാട്ടുകൾ, ഒരു കല്യാണിയുണ്ട്, ചാരുകേശിയുണ്ട്. നമ്മൾ അങ്ങനെ വിചാരിച്ചു ചെയ്യണമല്ല, കർണാടിക് ബേസിലല്ല. ഞാനിപ്പോ നിങ്ങൾ രാഗത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ആക്ച്വലി അതിലൊരു ഓവറോൾ ഒരു രാഗം കിടപ്പുണ്ടോ. പക്ഷെ ഞാൻ ആക്ച്വലി കട്ട രാഗം പിടിച്ച് ചെയ്യാറില്ല. നമ്മളിപ്പോൾ അതിങ്ങനെ കമ്പോസിങ് ചിലപ്പോൾ ഒരു കോഡ് വെക്കുമ്പോൾ ചിലപ്പോൾ ആ കോഡിലേക്ക് പോകുമ്പോൾ ഒരു സ്വരമൊക്കെ മാറും. അതൊരു രസമെന്ന് തോന്നി അത് വെക്കും. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. മ്യൂസിക്കാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഞാൻ വളരെ നോർമൽ മ്യൂസിക്. ഞാൻ ആക്ച്വലി ഒരു കർണാട്ടിക് മ്യൂസിഷ്യനോ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യനോ അങ്ങനൊന്നും ക്ലെയിം ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ക്ലെയിം ചെയ്ത് എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാ ജോണറും ഞാനെല്ലാം ജോണർ. അപ്പൊ എനിക്ക് അവിടെ എന്തൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നു. അതിപ്പോ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത് വർക്കായി തരില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ വേറെ അതിലേക്ക് ഇങ്ങനെ പോകും.
അതെനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നുന്നു. അത് ആക്ച്വലി കുറച്ചുകൂടി മെലോഡിയസ് ആയിട്ട് ആൾക്കാർക്ക് വർക്കാവുമെന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒട്ടും കടിച്ചാൽ പെട്ടത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തതിനല്ല, അതിലൊരു സോൾ ഇട്ടാവുമെന്ന് തോന്നുന്നു ഞാൻ നോക്കാറ്. ആ സോളിനെ പൊളിക്കാത്ത എന്ത് സംഭവം അതിൽ കയറി ഇറങ്ങി പോയെന്നൊന്നും എനിക്ക് വിഷയമല്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ എന്ന് പറയുമ്പം ഒരു പക്ഷേ നേരിടുന്ന ഒരു ചലഞ്ച് അവനവനെ തന്നെ അവനവൻ ബൂസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ തെറ്റാണോ? പിന്നെ ഇൻഡിപെൻഡൻ്റ് അല്ല, എല്ലാവരും അങ്ങനെ ചെയ്യണം. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കുറച്ച് കൂടുതൽ ചെയ്യണം. കുറച്ച് കൂടുതലല്ലേ? പിന്നെ നമ്മളാരും വേറെ ഇപ്പോൾ ഞാൻ വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സിനിമയാവുമ്പോൾ ആക്ച്വലി അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബാക്കിൽ ഒരുപാട് വരണം. അതിൽ നടനുണ്ടാവും, പ്രൊഡക്ഷൻ, റെക്കോർഡ് ലേബൽ പ്രൊഡക്ഷൻ, മറ്റേ പ്രൊമോഷൻ്റെ ടീമുകൾ അവർ പേ ചെയ്ത് നമ്മൾ പോലും അറിയാണ്ട് ഒരുപാട് ആൾക്കാർ പുഷ് ചെയ്യും. ഇപ്പോൾ പൂമരത്തിനൊക്കെ ഒരുപാട് പുഷ് വന്നിട്ടുണ്ട്. പുഷിനെ കൊണ്ടാണ് മറ്റേ പാട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ല പുഷ് എന്ന് പറഞ്ഞാൽ എല്ലാ പാട്ടും ഹിറ്റാവണമെന്നില്ല, എന്നാലും ഒരു ബേസിക് ഒരു സാധനം കിട്ടും. പക്ഷേ ഇതിൽ ഒന്നില്ല. ഇത് ആക്ച്വലി ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് ഇറങ്ങുന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ചിന്തിക്കണേ ഞാൻ 6 മണിക്ക് പാട്ടിറങ്ങുന്ന ഇറങ്ങുകയാണ്. ആരും പുഷ് ചെയ്യില്ല. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ചുറ്റുവളത്ത് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ചിലപ്പോൾ എല്ലാം കൂടി ഒരു 100-150 പേരോ നമ്മൾ ഇഷ്ടപ്പെടുന്ന പിന്നെ കുറച്ച് പേരും കൂടി. അതിൻ്റെ പുറമേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള പരിപാടികൾ വേണം. അതെ. അപ്പം എന്തായാലും സമാധാനപരമായിട്ട് ഉദ്യാർക്കത്തിൽ ഇരുന്നിട്ട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഉള്ളിലുള്ള സംഗീതം മുഴുവൻ പുറത്തെടുത്ത് വെക്കാനും അടുത്ത തവണ കണ്ടുപിട്ടുമ്പം തൊട്ടപ്പുറം ശിഖേച്ചി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വീണ്ടും ഗംഭീരമായിട്ടുള്ള ഓൺ കോമ്പോസിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറി ഷൈൻ ചെയ്യട്ടെ. നമ്മുടെ ഒക്കെ ഹൃദയത്തിലുള്ള വേരുകൾ ഒന്നും കൂടി ഊന്നാൻ പറ്റട്ടെ. താങ്ക് യു.